ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളിപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻസും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു റീഡിംഗ് ആണിത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ട് കളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി നമുക്ക് നോക്കാം. നമുക്ക് ആദ്യമേ തന്നെ 3 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി പറയുകയാണെങ്കിൽ വളരെയധികം ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണ് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അവർ വളരെയധികം സാഡാണ്. ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷൻ ആ ഒരു വ്യക്തിക്ക് താങ്ങാൻ കഴിയുന്നുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനും ഈ ഒരു സമയം കാണുകയില്ല. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ആബ്സെൻസ് ഈ ഒരു വ്യക്തിയെ വളരെയധികം പെയിൻഫുള്ളായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഫസ്റ്റ് ലെറ്റർ മേ ബി KCRTGSH എന്നുള്ളതായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ സോഡിയാക് സൈൻ ജെമിനി, ലിബ്ര, അക്വേറിയസ് ആയിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും ഈ ഒരു വ്യക്തി വളരെയധികം ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു വ്യക്തിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ലോസായി എന്നുള്ളൊരു ഫീലിംഗ് ആണ്. നിങ്ങളെ പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയോ എന്നുള്ള ഒരു ഫീലിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുന്നത്. വളരെയധികം ലോ എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഉള്ളത്. മേ ബി ഈ ഒരു പേഴ്സണ് എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഈ ഒരു സമയം ഉണ്ടായിരിക്കാം. അവർക്ക് കരിയർ സംബന്ധമായിട്ടാണെങ്കിലും അവരുടെ ഫിനാൻസ് സംബന്ധമായിട്ടാണെങ്കിലും എല്ലാം അവർക്ക് വളരെയധികം ഒരു ബുദ്ധിമുട്ടുന്ന ഒരു സമയമായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ ആ ഒരു സെപ്പറേഷൻ ആ ഒരു വ്യക്തിക്കും താങ്ങാൻ കഴിയുന്നുണ്ടാവില്ല. ആ ഒരു എനർജിയാണ് കേട്ടോ. നമുക്ക് നോക്കാം അവർ ഇപ്പോൾ ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വ്യക്തിക്ക് വളരെയധികം സ്ട്രെസ്സാണ് ഈ ഒരു സമയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്ക് രാത്രിയിൽ ഉറങ്ങാൻ പോലും സാധിക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഓർമ്മകൾ ഈ ഒരു വ്യക്തിയെ വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷൻ ഈ ഒരു വ്യക്തിക്ക് ഒട്ടും താങ്ങാൻ കഴിയുന്നുണ്ടാവില്ല. ആ ഒരു ഇതാണ് കാണുന്നത്. വളരെയധികം ആൻസൈറ്റി, ഡിപ്രഷൻ ആ ഒരു അവസ്ഥയിലേക്കൊക്കെ നിങ്ങളുടെ പേഴ്സൺ പോയിട്ടുണ്ടായിരിക്കാം. മേ ബി എന്തെങ്കിലും തരത്തിലുള്ള ഡിപ്രഷൻ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ എന്തെങ്കിലുമൊക്കെ മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം ഈ ഒരു സമയം. ഹെൽത്ത് ഒട്ടും ഓക്കെ അല്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെയെല്ലാം വന്നിരിക്കുന്നത് സോഡ്സിൻ്റെ എനർജിയാണ്. അതായത് അത് സൂചിപ്പിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ ചിന്തകളെയാണ്. അപ്പം ചിന്തകൾ ആ ഒരു വ്യക്തിയെ വളരെയധികം വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സ്റ്റേജിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു വ്യക്തി എത്ര അനുഭവിക്കാവോ ആ അനുഭവിക്കാവുന്നതിൻ്റെ മാക്സിമം ലെവലിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പൂർണ്ണമായും അവസാനിച്ചു പോയതെന്ന് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നു. കാരണം ഇനി ഇതിനൊരു ഹോപ്പില്ല എന്നുള്ളൊരു പ്രതീക്ഷയായിരിക്കാം. പക്ഷെ ഇത്രയൊക്കെ അവരുടെ മനസ്സിൽ ഇത്രയൊക്കെ ചിന്തകളാണെങ്കിലും ആ ഒരു വ്യക്തി ഒരു പ്രതീക്ഷ വയ്ക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്നതെല്ലാം ടെമ്പററി ആണ്, ഇതിലൊരു സന്തോഷം ഇനിയും ഉണ്ടാകും എന്നുള്ള രീതിയിലും ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. Universe, please guide me.
ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു പ്രോഗ്രസ്സിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു റിലേഷൻഷിപ്പ് ഓൾറെഡി എൻഡായി പോയ റിലേഷൻഷിപ്പ് ആയിരിക്കാം. മേ ബി നിങ്ങൾക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇനി ഇതിലൊരു ഹോപ്പില്ല, ഇനി ഇതിൽ നിൽക്കണ്ട, നിന്ന് കഴിഞ്ഞാൽ ഇതിനൊരു പ്രതീക്ഷ വെക്കുന്നില്ലായിരിക്കാം നിങ്ങൾ ഫ്യൂച്ചറിൽ. പക്ഷേ ഈ ഒരു പേഴ്സൺ ഒരു പ്രതീക്ഷ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഡിസിഷൻ എടുക്കുന്നതിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു വ്യക്തി നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന് ഒരു പ്രോഗ്രസ് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും ആ ഒരു വ്യക്തി വെയിറ്റിംഗ് എനർജിയിലാണ്. അല്ലെ കാര്യങ്ങളെ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ ശ്രമിക്കുന്നതായിരിക്കും. ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി ഇപ്പോൾ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് കാണുന്നത്. അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ നിന്ന്. ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഈ ഒരു പേഴ്സണെ അലട്ടുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ആ ഒരു വ്യക്തി എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂവിന് ആ ഒരു വ്യക്തി എന്തെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് എന്തെങ്കിലും എടുക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ ഒരു പ്രോഗ്രസ് കൊണ്ടുവരാൻ, അതായത് ഇതിൽ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് വരാനായിരിക്കാം, അല്ലെങ്കിൽ ഇതിലൊരു എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം ഈ ഒരു പേഴ്സൺ ഉള്ളതായിട്ട് കാണുന്നു. എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. അവർ ഇപ്പോൾ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് പൂർണ്ണമായും അവസാനിച്ച് കളയാനായിട്ട് ഈ ഒരു വ്യക്തി ഒരുക്കമല്ല എന്നുള്ളതാണ് കാണുന്നത്. കാരണം നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ഒരുക്കമല്ല. വളരെയധികം സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട് ഈ ഒരു സമയം. എന്തായാലും ഈ ഒരു പേഴ്സണ് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്ന സമയത്ത് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. കാരണം നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ ഈ ഒരു പേഴ്സണ് ഒരുപാട് ഇഷ്ടമായിരിക്കാം. അല്ലെ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയെ എന്ത് കാര്യത്തിനും വിശ്വസിക്കാൻ കൊള്ളാവുന്ന വ്യക്തികളായിരിക്കാം. കാരണം നിങ്ങൾ വളരെയധികം ലോയലായിരിക്കാം. കാരണം നിങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല നിങ്ങളുടെ ജീവിതത്തിൽ. ഇവിടെ എന്തായാലും കാണാൻ കഴിയുന്നത് ഈ ഒരു വ്യക്തി, ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു പ്രോഗ്രസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. ആ ഒരു പ്രോഗ്രസ് എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള ഒരു റീയൂണിയൻ ആയിരിക്കാം. ഇവിടെ സൺ കാർഡ് കിട്ടിയത് കൊണ്ട് തന്നെ ഇതൊരു റീയൂണിയൻ കാർഡാണ്. അപ്പം ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷനിൽ എൻഡ് വരുത്തണം. അതായത് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഇരുട്ടാണെന്നുണ്ടെങ്കിൽ അതിലൊരു വെളിച്ചം കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. എന്തായാലും നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു ഭയം നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇനിയും ഇത് ഓൾറെഡി എൻഡായി പോകുമോ, എന്നേക്കുമായിട്ട് ഇത് അവസാനിച്ചു പോകുമോ എന്നുള്ള ഒരു ഭയം ഈ ഒരു വ്യക്തിയെ വല്ലാണ്ട് അലട്ടുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഈ ഒരു സമയം ഈ ഒരു വ്യക്തി വളരെയധികം ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല. എന്തായാലും ആ ഒരു വ്യക്തി നിങ്ങളെ നല്ല രീതിക്ക് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രീതിക്ക് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കരുതുമായിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഓർക്കുന്നുണ്ടോ, സ്നേഹിക്കുന്നുണ്ടോ,
നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ്റെ സമയത്ത് നിങ്ങളെ പൂർണ്ണമായിട്ട് മറന്നു പോയിട്ടുണ്ടായിരിക്കുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഒരിക്കലുമില്ല. ആ ഒരു വ്യക്തി നിങ്ങളുടെ ഓർമ്മകളിൽ തന്നെ കഴിയുകയാണ്. നിങ്ങളോട് ചെയ്ത ആ ഒരു മിസ്റ്റേക്ക് എല്ലാം തന്നെ മനസ്സിലാക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഭാഗത്തായിരിക്കാം തെറ്റുകളൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി അതെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. അവർ മനസ്സിലാക്കുന്നു നിങ്ങളുടെ ഇടയിൽ സംഭവിച്ച ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി ഒരു പ്രോഗ്രസ് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിന്ന് അവർക്ക് വെളിയിൽ വരണം. ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണ് നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് ആ ഒരു വ്യക്തിക്ക് കഴിയില്ല. പക്ഷെ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് അവർ അവരുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ ഭയക്കുന്നതായിട്ട് കാണുന്നു. ചിലപ്പോൾ ആ ഒരു വ്യക്തി ഇനിയും നിങ്ങളുടെ അരികിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ഭയമായിരിക്കാം. കാരണം ഈ ഒരു പേഴ്സണായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും വഴക്കിട്ടിട്ട് പോയ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള തേർഡ് പാർട്ടി ഇഷ്യൂ ആയിരിക്കാം. അപ്പം എന്തായാലും ഈ ഒരു വ്യക്തി ഇപ്പോൾ ഒറ്റയ്ക്കാണ്. അവർ ഏത് സാഹചര്യത്തിലാണോ പോയത്, അല്ലെ എന്തിൻ്റെ പേരിലാണോ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു സെപ്പറേഷനിൽ കഴിയുന്നത്, അതൊന്നും ആ ഒരു വ്യക്തിയുടെ കൂടെ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് കാണുന്നത്. ഇപ്പോൾ അവർ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് പോയതെങ്കിൽ, നിങ്ങളെ വിട്ടിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് പോയതെങ്കിൽ മേ ബി ആ ഒരു തേർഡ് പാർട്ടികളോ ആരും തന്നെ ഈ ഒരു പേഴ്സൻ്റെ കൂടെ ഇപ്പോൾ കാണുകയില്ല. അല്ലെങ്കിൽ അവിടെ നിന്ന് ആ ഒരു പേഴ്സൺ എന്തെങ്കിലും തരത്തിലുള്ള ചീറ്റിംഗ് നേരിട്ടിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ കരിയർ സംബന്ധമായിട്ടാണ് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതെങ്കിൽ ഇപ്പോൾ അവരുടെ കരിയറിലെല്ലാം തന്നെ ഒരു സ്റ്റക്ക് സിറ്റുവേഷനാണ് കാണുന്നത്. എന്തായാലും ഈ ഒരു വ്യക്തി എല്ലാ തരത്തിലും വളരെ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അവരുടെ കരിയർ സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകുന്നില്ല. അവരുടെ ഫിനാൻസ് ആണെങ്കിലും അതെ, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു കുറവും ആ ഒരു പേഴ്സണെ വല്ലാത്ത ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പം ഇതായിരുന്നു ഇവരുടെ സിറ്റുവേഷൻ. ഈ ഒരു പേഴ്സൺ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണ്. നിങ്ങളെ ഓർത്ത് വളരെയധികം വിഷമിക്കുന്നു. ഈ ഒരു പെയിൻഫുള്ളായിട്ടുള്ള ഈ ഒരു ബ്രേക്കപ്പ് ആ ഒരു വ്യക്തിക്ക് താങ്ങാൻ കഴിയുന്നില്ല. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പ്രോഗ്രസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുമായിട്ടുള്ള ഒരു പുതിയ തുടക്കം ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് എനർജി അതാണ് കാണുന്നത്. ഇനി യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് നമുക്ക് നോക്കാം. യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് വ്യൂവേഴ്സിന് കൊടുക്കാനുള്ളത്? ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന അഡ്വൈസ് എന്തെന്നാൽ നിങ്ങളുടെ ഇമോഷൻസിനെ എല്ലാം ബാലൻസിലേക്ക് കൊണ്ടുവരിക. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരിക്കാം, ഒരുപാട് ദേഷ്യമുണ്ടായിരിക്കാം. ചില സമയത്ത് നിങ്ങൾ പൊട്ടിക്കരയുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരിക്കാം. അപ്പോൾ അതെല്ലാം ബാലൻസിൽ കൊണ്ടുവരാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ഫീലിങ്സ് എല്ലാം നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം നിങ്ങളുടെ ഇമോഷൻസ് എന്തുമായിക്കോട്ടെ അതെല്ലാം എക്സ്പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസുകൾ ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും. നിങ്ങൾ മനസ്സിലുള്ള കാര്യം അത് എക്സ്പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ ചിന്തകൾ കൊണ്ട് തന്നെയാണ് നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ സാധിക്കാത്തത്. നിങ്ങൾ ചില സമയത്ത് വളരെയധികം നെഗറ്റീവായിട്ടുള്ള തോട്ട്സിലേക്ക് പോകുന്നതായിട്ട് എനിക്കിവിടെ കാണാൻ കഴിയുന്നു. അപ്പം നിങ്ങളുടെ ഈ ഒരു തോട്ട്സ് തന്നെയാണ് നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടാകുന്നത്. മാക്സിമം നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കും. എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ഡിസിഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയൂ. ഒരു കാർഡ് കൂടെ നോക്കട്ടെ.
ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഉണ്ട്. അപ്പം യൂണിവേഴ്സ് ഈ ഒരു സമയം പറയുന്നത് നിങ്ങൾ വളരെയധികം ബോൾഡ് ആവുക, കാര്യത്തെക്കുറിച്ച് വളരെ ഗൗരവത്തിൽ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വളരെയധികം കോൺഫിഡൻസ് ഉണ്ടാകുക. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു ആത്മവിശ്വാസം വളർത്തുക. റിലേഷൻഷിപ്പിൽ സംഭവിച്ച പാസ്റ്റ് ഇഷ്യൂസ് എല്ലാം തന്നെ നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് എനർജിയെയും അതുപോലെ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസിനെയും കുറച്ചിട്ടുണ്ടായിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ കുറച്ച് ബോൾഡ് ആവുക, നിങ്ങൾ തന്നെ കോൺഫിഡൻസ് ഉണ്ടാകുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ, സക്സസ്സിലോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കൂ. അപ്പം ഇതായിരുന്നു ഇന്നത്തെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് എൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്.